നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ലബനനിലെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച യമനിലെ ഹൂതികൾ തങ്ങളുടെ പ്രതികരണം പിറകെ വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹിസ്ബുള്ള വാക്കുപാലിച്ചു. ശത്രുക്കൾക്ക് കാര്യമായി മറുപടി പയറ്റിയിട്ടുണ്ട്. പ്രതിരോധ മുന്നണിക്ക് കരുത്തും ശേഷിയുമുണ്ടെന്ന് വ്യക്തമാണ്. യമനിൽ നിന്നുള്ള പ്രതികരണത്തിന് കാത്തുകൊള്ളുക, സയനിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്ന് വരുന്ന രാപ്പകലുകൾ തെളിയിക്കുമെന്നും പറയുന്നു. അതിനിടെ ഹിസ്ബുള്ളയെ അഭിനന്ദിച്ച് ഹമാസും രംഗത്തെത്തി. ഇസ്രയേലിന്റെ മുഖത്തേറ്റ അടിയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് ഇസ്രായേൽ തീവ്രവാദവും കുറ്റകൃത്യങ്ങളും തുടരുന്നത് എന്നും ഫലസ്തീനികൾക്കും ലബനൻ പൗരന്മാർക്കും എതിരായ ആക്രമണത്തിന് മറുപടി ലഭിക്കാതെ പോകില്ല എന്ന സന്ദേശം നൽകാൻ കഴിഞ്ഞു. ഇസ്രയേലിന്റെ ഒരു അധിനിവേശ ലക്ഷ്യവും നേടാൻ പോകുന്നില്ല. മേഖലയിലെ ഏതൊരു പ്രത്യാഘാതത്തിനും അമേരിക്ക കൂടി ഉത്തരവാദിയാണ് എന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു. അതേസമയം മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലബനനിലേക്കും ഇസ്രയേലിലേക്കുമുള്ള വിവിധ വിമാന സർവീസുകൾ റദ്ദാക്കി. ഇത്തിഹാദ് എയർവേസ് ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള ഞായറാഴ്ച സർവീസുകളാണ് റദ്ദാക്കിയത്. അതോടൊപ്പം ബെയ്റൂത്തിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളും ഇത്തിഹാദ് റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുഖ്യ പരിഗണന നൽകുന്നത് എന്നും റദ്ദാക്കിയതിനാൽ പ്രയാസം നേരിട്ടവരോട് ഖേദം പ്രകടിപ്പിക്കുന്നതായും കമ്പനി പ്രസ്താവനയിൽ പറയുന്നു. ദുബായ് ആസ്ഥാനമായ ഫ്ലൈ ദുബായിയുടെ ഞായറാഴ്ചത്തെ ദുബായ് ടെൽ അവീവിൽ വിമാനം സർവീസ് ബെൻ ഗുരിയൻ വിമാനത്താവളത്തിൽ നിന്ന് റാമോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു. മടക്ക സർവീസ് റദ്ദാക്കുകയും ചെയ്യും. സാഹചര്യം വിലയിരുത്തി ഷെഡ്യൂൾ പരിഷ്കരിക്കുമെന്ന് കമ്പനി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എമിറേറ്റ്സ് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ടെൽ അവീവിലേക്കുള്ള സർവീസ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് അറിയിപ്പുകൾ.